ഞാനിന്ന് താമസിക്കുന്നത് കൊളംബോയിലെ സ്ലേവ് ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലത്തെ ഹോട്ടൽ നിപ്പൺ എന്ന സ്ഥലത്താണ്. ഇതൊരു മലയാളിയുടെയാണ്, തൃശ്ശൂർകാരനാണ്. എടമുട്ടം വേങ്കോട് കുമാരൻ എന്നാണ് ഈ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ്റെ പേര്. 1927 13-ാമത്തെ വയസ്സിൽ കപ്പൽ കയറി കൊളംബോയിലെത്തിയ ആളാണ്. അപ്പോൾ ഒരു പ്രസ്സിൽ അപ്രൻറ്റീസായിട്ട് കുറച്ചു കാലം ജോലി ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഇലക്ട്രീഷ്യൻ കോഴ്സ് പഠിച്ച് പാസ്സായി. വർധാന എന്ന് പറയുന്ന സ്ഥലത്തൊരു കടയിട്ടു, ഒരു ഇലക്ട്രിക്കൽ കടയിട്ടു. അങ്ങനെ അദ്ദേഹം വളർന്ന് 1956 പോളണ്ടുകാരനായ റൊസോസ്കി എന്ന ആളിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് ഈ ഹോട്ടൽ. അദ്ദേഹത്തിന് ഹോട്ടലുണ്ട്. അതുപോലെ തന്നെ ഈ തെങ്ങിൻ കള്ളിൽ നിന്ന് മദ്യം ഡിസ്റ്റിൽ ചെയ്തെടുക്കുന്ന ഒരു ഡിസ്റ്റിലറി ഉണ്ട്. അങ്ങനെ ഒരു വലിയ ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയെന്ന് വേണമെങ്കിൽ പറയാവുന്ന ആളാണ്. കൊളംബോയിലെത്തുന്ന മലയാളികളുടെയൊക്കെ ഒരു സുഹൃത്താണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ, അദ്ദേഹം നാട്യ കോളേജിലാണ് പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ മറന്നുപോയി. അദ്ദേഹം അവിടെ രാഷ്ട്രീയ രംഗത്ത് അന്നത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷികളിലൊന്നിൻ്റെ ഇന്ത്യ വിഭാഗം സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ഈ ഭക്ഷണം ഒരു വലിയ പ്രശ്നമായിട്ട് മാറി. കാരണം ശ്രീലങ്കൻ ഭക്ഷണം നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ നമ്മൾ മലയാളികൾ എവിടെ ചെന്നാലും നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുമല്ലോ. അപ്പോൾ നഗരത്തിൻ്റെ നടുവിലൊരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടെത്തി. എല്ലാ ദിവസങ്ങളിലും ബ്രേക്ക്ഫാസ്റ്റെങ്കിലും അവിടെ കഴിക്കുന്ന ഒരു രീതിയായി. കാരണം പിന്നീട് പകൽ വേറെ ജോലി തിരക്കുണ്ട്. ഞാനീ പറഞ്ഞ പോലെ ആർമി ഹെഡ് ക്വാർട്ടേഴ്സിൽ PR ഡിപ്പാർട്ട്മെൻറ്റിൽ പോകണം, അല്ലെങ്കിൽ ഐലൻഡ് പത്രത്തിൽ പോകണം. അങ്ങനെ പലരെയും, അല്ലെങ്കിൽ ചിലപ്പോൾ ജബനേശനെ വിളിച്ച്, ജബനേശന് ചില വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അവിടുന്ന് അദ്ദേഹത്തിൻ്റെ സഭ വഴിക്കുള്ള ചില വിവരങ്ങൾ ബിഷപ്പ് നൽകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരെയൊക്കെ വിളിച്ചൊക്കെ അങ്ങനെ രാവിലെയെങ്കിലും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക, നല്ല ഭക്ഷണം, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഭക്ഷണം കഴിക്കുക എന്ന ആഗ്രഹത്തിന് ഞാൻ നഗരത്തിലേക്ക് രാവിലെ പുറപ്പെട്ടു. അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ സ്ഫോടനം, വെറുതെന്ന് പറഞ്ഞാൽ ഈ ഭൂമി കിടുങ്ങുന്ന രീതിയിലുള്ളൊരു സ്ഫോടനമാണ് കേട്ടത്. എനിക്കെന്താണെന്ന് മനസ്സിലായില്ല. ഞാനൊരു ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ കുടിക്കാൻ തുടങ്ങിയിട്ട് പോലുമില്ല. അതിനു മുമ്പായിട്ടാണ് ഈ ഒരു വലിയ ശബ്ദം, സ്ഫോടനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്. പിന്നെ ഞാൻ കാണുന്നത് ഈ കൊളംബോ നഗരം മുഴുവൻ പലയിടങ്ങളിലേക്കായിട്ട് ഓടുന്നതാണ്, പലായനം ചെയ്യുന്ന ഒരു നഗരം. ആദ്യമായിട്ടും അവസാനമായിട്ടും ഉണ്ടായ ഒരു അനുഭവമാണിത്. ആരും നിൽക്കുന്നില്ല. ഈ ഹോട്ടലിലുള്ളവരൊക്കെ അപ്പം തന്നെ ഷട്ടറിട്ടു. നമ്മൾ ഭക്ഷണം കഴിച്ചതിൻ്റെ പൈസ പോലും വാങ്ങിയിട്ടില്ല. അതിനുമുമ്പ് അവർ ഷട്ടറിട്ടു. നമ്മളോടൊക്കെ പുറത്തിറങ്ങാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇതിനകത്തിരിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കവിടെ അകത്തിരുന്നാൽ എന്താണ് സംഭവിക്കുക എന്നറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ കാണുന്ന ഇതാണ്, നഗരം ഓടുകയാണ്, പലായനം ചെയ്യുകയാണ്. വാഹനങ്ങൾ തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും ഒക്കെ ഓടുകയാണ്. ഞാൻ എന്തു ചെയ്യേണ്ടു എന്നറിയാതെ ഇതിൻ്റെ നടുവിൽ നിന്നു. ഈ സ്ഫോടനം കേട്ട ഈ കടയിൽ നിന്ന് പുറത്തിറങ്ങിയ ഞാൻ ഒരു മിനി ബസ് പോലെയുള്ളൊരു വാഹനം കണ്ടു, അതിനകത്ത് കയറുകയാണ്. അപ്പോഴേക്ക് രണ്ടാമതൊരു സ്ഫോടനം കൂടെ നമ്മൾ കേൾക്കുന്നുണ്ട്, ഒരു 20 മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ. ഒരു പക്ഷേ ആദ്യത്തെ സ്ഫോടനത്തേക്കാൾ, പൊട്ടിത്തെറിയേക്കാൾ വലുതായിരുന്നു അത്. അപ്പോൾ ഞാൻ ഈ മിനി ബസ്സിൽ കയറി യാത്രയായി. ഇത് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് നഗരത്തിന് പുറത്തേക്ക് പോവുകയാണ്, ഏതോ ഗ്രാമത്തിലേക്ക് എത്തുകയാണെന്ന് മനസ്സിലായപ്പോൾ അത് അപകടമാണല്ലോ എന്ന് കരുതി അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇനി അങ്ങനെ നഗരത്തിലേക്ക് പോകും എന്നുള്ളതായി ചിന്ത. അപ്പോൾ ഒരു ട്രക്ക് ആ ഭാഗത്തേക്ക്, നഗരഭാഗത്തേക്ക് വരുന്നത് കണ്ടു. അവരാവശ്യപ്പെടുന്ന പൈസ കൊടുത്താൽ അവർ പോകുന്ന വഴിയിൽ നമ്മളെ ഇറക്കിത്തരും. അതാണ് അവരുടെ രീതി. അതൊക്കെ പതിവായിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഞാൻ ആ ട്രക്കിൽ കയറി. അവർ നഗരത്തിൻ്റെ ഏതോ ഒരു ഭാഗത്തോട്ട് ഇറക്കി. നഗരമധ്യം എന്ന് പറയാൻ അന്നേരവും സാധിക്കുന്നില്ല. എനിക്ക് സ്ലേവ് ഐലൻഡിലേക്ക് എങ്ങനെ പോകും, വഴിയറിയില്ല, ഏത് വാഹനം കിട്ടും എന്നൊന്നും അറിയാതെ നിൽക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ വരുന്നു. ഈ ഓട്ടോറിക്ഷ നമ്മുടെ ബജാജ് ഓട്ടോയാണ്. അവിടെ ധാരാളം ഇന്ത്യയിൽ നിന്നുള്ള ബജാജ് ഓട്ടോകളെന്ന് ഓടുന്നുണ്ട്. ബജാജിൻ്റെ ഒരു വലിയ വിപണിയായിരുന്നു അക്കാലത്ത് ശ്രീലങ്ക. അപ്പോൾ അതുപോലൊരു ഓട്ടോറിക്ഷ വന്നു. ഞാനിങ്ങനെ ആംഗ്യം കൊണ്ടും അറിയാവുന്ന ഭാഷയിലൊക്കെ എനിക്ക് സ്ലേവ് ഐലൻഡിൽ പോകണം, ഹോട്ടൽ നിപ്പൺ എന്ന് പറഞ്ഞപ്പം അവർ സമ്മതിച്ചു. ഇതിനകം ഈ നഗരത്തിലെ നിരത്തുകൾ പട്ടാളം അടച്ചിരുന്നു. ഞാൻ ഈ ഓട്ടോറിക്ഷയിലൊക്കെ കയറുന്ന സമയമായപ്പോഴേക്ക് അത് തുറന്നു. കാരണം അവർക്കറിയാം ഇത് പലപ്പോഴും സംഭവിക്കുന്നതായതുകൊണ്ട് അങ്ങനെ നിരത്തുകൾ അല്ലെങ്കിൽ റോഡുകൾ ദീർഘനേരം അവർ അടച്ചിടാറില്ല. അവർ നിരത്ത് തുറന്നു. പക്ഷേ നഗരം മുഴുവൻ പട്ടാളമാണ്. ഈ ഓട്ടോറിക്ഷക്കാരൻ ഏതോ ഊടുവഴികളിലൂടെ എന്നെ ഈ ഹോട്ടൽ നിപ്പൻ്റെ അടുത്ത് ആ റോഡിലേക്ക് കടക്കാൻ അയാൾ തയ്യാറായില്ല. കാരണം അവിടെ മുഴുവൻ പട്ടാളം
നിറഞ്ഞു നിൽക്കുകയാണ്. ഈ സ്ലേവ് ഐലൻഡ് മുഴുവൻ ഏതാണ്ട് ആ റോഡുകൾ മുഴുവൻ പട്ടാളത്തിൻ്റെ പിടിയിലാണ്. ആ ഒരു ഭാഗത്ത് തന്നെ നിർത്തി ഞാൻ എൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളും ഉണ്ട്, ഇതൊക്കെ ഞാൻ കാണിച്ചു. അപ്പോഴാണ് എനിക്ക് ഒരു പട്ടാളക്കാരിൽ നിന്ന് മനസ്സിലായത്, ഇവിടെ തൊട്ടടുത്ത് ഗാൾ ഫേസിനോട് ചേർന്ന് അല്ലെങ്കിൽ ഈ നിപ്പൺ ഹോട്ടലിൻ്റെ ഒരു 1.5 കിലോമീറ്റർ ദൂരെയാണ് ഒരു പട്ടാള കേന്ദ്രമുണ്ട്, അല്ലെങ്കിൽ സൈനിക കേന്ദ്രമുണ്ട്. അവിടെയാണ് ആദ്യത്തെ സ്ഫോടനം സംഭവിച്ചത്. രണ്ടാമത്തേത് തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലാണ്, സ്ലേവ് ഐലൻഡ് റെയിൽവേ സ്റ്റേഷനിലാണ് ഉണ്ടായിരിക്കുന്നത്. ഞാനിവരോട് ചോദിച്ചപ്പോൾ ഈ സൈനിക കേന്ദ്രത്തിൻ്റെ അടുത്തേക്ക് പോകാൻ അവർ സമ്മതിക്കില്ല, കാരണം അത് വളരെ നിരോധിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം എന്ന് പറഞ്ഞു. ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നു. ഞാൻ ചെല്ലുമ്പോഴും അവിടെ നിന്ന് ഈ ശവശരീരങ്ങളൊന്നും മാറ്റിയിരുന്നില്ല. അവിടെ മരിച്ചു കിടക്കുന്നവരിൽ ഭൂരിപക്ഷവും കുട്ടികളായിരുന്നു, 15 വയസ്സിന് താഴെയുള്ള കുട്ടികളായിരുന്നു. അന്ന് ഞാനവിടെ കണ്ട രംഗങ്ങൾ സത്യത്തിൽ ഭയപ്പെടുത്തുന്നതായിരുന്നു. അതുപോലെ രംഗം പിന്നീട് കാണേണ്ടി വന്നിട്ടില്ല. ഇങ്ങനെ തലങ്ങും വിലങ്ങും കിടക്കുന്ന ശവശരീരങ്ങൾ. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സൈനിക കേന്ദ്രത്തിലേക്ക് 2 തമിഴ് പുലികൾ, മനുഷ്യ ബോംബുകൾ രാവിലെ അവിടെ എത്തിപ്പെട്ടു. ഇവരൊക്കെ എങ്ങനെ ഈ സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന് അവിടെ വരെ എത്തിയെന്ന് മനസ്സിലാകുന്നില്ല. അവരുടെ സുരക്ഷയ്ക്ക് അത്രയേ ഉള്ളൂ എന്നാണ് നമ്മളിപ്പോൾ കരുതേണ്ടത്. അവർ സാധാരണ അവിടെ സന്ദർശകർക്ക് പാസ് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് പോകുന്നില്ല അതിലൊരാൾ. അപ്പോൾ അതിലേക്ക് പോകാതെ ബാരിക്കേഡിന് നേരെ ഈ മനുഷ്യ ബോംബ് നടന്നു നീങ്ങി. ഇത് അവിടെ കാവൽ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഒരു പട്ടാളക്കാരൻ കാണുന്നു. ഈ മനുഷ്യ ബോംബിനെ അല്ലെങ്കിൽ ഈ വ്യക്തിയെ അവിടെ തടഞ്ഞു നിർത്തിയപ്പോൾ അവർ തമ്മിൽ എന്തൊക്കെ സംസാരിച്ചു. അപ്പോൾ ഈ പട്ടാളക്കാരൻ്റെ കാര്യം മനസ്സിലായി, ഇത് ഒരു അപകടകാരിയായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അയാൾ തോക്ക് ചൂണ്ടി അയാളോട് അവിടെ നിൽക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. അപ്പോൾ അവിടെ കാര്യം പന്തിയല്ല, രക്ഷപ്പെടാനാവില്ല എന്ന് കണ്ടപ്പോൾ ഇയാൾ ഓടുന്നു. ഈ ബാരിക്കേഡുകൾക്ക് നേരെ ഓടുമ്പോൾ ഈ പട്ടാളക്കാരൻ വെടിവെക്കും എന്നായപ്പോൾ ഈ മനുഷ്യ ബോംബ്, ഈ ബോംബിൻ്റെ ബട്ടൺ അമർത്തി ഒരു വലിയ സ്ഫോടനം അവിടെ ഉണ്ടാകുന്നു. അതാണ് നമ്മൾ ആദ്യം കേട്ടത്. പക്ഷേ അതിനടുത്ത് ആളുകളാരും കൂടുതൽ ഉണ്ടാകാതിരുന്നത് കൊണ്ട് 2 പേർക്ക് പരിക്ക് പറ്റിയത് മാത്രമേ ഉള്ളൂ. അവിടെ മറ്റ് ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല. പുറത്തൊരു മറ്റൊരു മനുഷ്യ ബോംബ് കാത്തു നിൽക്കുകയാണ്, അതൊരു സ്ത്രീയാണ്. അപ്പോൾ അകത്ത് സ്ഫോടനം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇനി അവിടെ നിന്നിട്ട് രക്ഷയില്ല എന്ന് കണ്ടിട്ട് സ്ലേവ് ഐലൻഡിലേക്ക് ഒരു ജസ്റ്റിസ് അക്ബർ റോഡുണ്ട്. ഈ സ്ത്രീ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആ റോഡ് വഴി അവർ മുന്നോട്ട് ഓടുമ്പോൾ അവിടെ തൊട്ട് ഇടത്ത് വശത്ത് സ്ലേവ് ഐലൻഡ് റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ കണ്ടപ്പം ഇവർ മെയിൻ റോഡിൽ കൂടെ പോകുന്നത് അവസാനിപ്പിച്ച് ഇടത്തോട്ട് തിരിഞ്ഞ് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി. അപ്പോൾ അവിടെ ധാരാളം ആളുകൾ ഈ സൈനിക കേന്ദ്രം തൊട്ടടുത്ത 100-100 മീറ്റർ അകലെയാണ്. അവിടെ എന്താണ് നടക്കുന്നത് എന്ന് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നു, സ്ഫോടനം ഉണ്ടാകുന്നു. അത് കണ്ടുകൊണ്ട് നിന്നൊരു വലിയ ഒരു ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഇടയിലേക്ക് ചെന്നിട്ട് ഈ മനുഷ്യ ബോംബിൻ്റെ ബട്ടൺ അമർത്തി. അവിടെ 17 പേരാണ് മരിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ 15 കുട്ടികൾ, ഒരു പോലീസുകാരൻ, ഒരു പട്ടാളക്കാരൻ. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഹോട്ടൽ നിപ്പണിലേക്ക് ചെല്ലുകയാണ്. അപ്പം ഇത് ആ സ്റ്റോറികൾ ഫയൽ ചെയ്യണം, അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടണം, അതിൻ്റെ ഔദ്യോഗിക വേർഷൻ കിട്ടണമെങ്കിൽ നമുക്ക് സൈനിക PR-ഉമായിട്ട് ബന്ധപ്പെടണം. ഞാൻ ഹോട്ടലിൽ തിരിച്ചെത്തുമ്പോൾ ഒരു നിർദ്ദേശം എന്നെ കാത്ത് അവിടെ ഉണ്ടായിരുന്നു. ഈ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ കുമാരൻ, അദ്ദേഹം ആ ഹോട്ടലിൻ്റെ ഒരു ഭാഗത്ത് ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെ ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് താമസിക്കുന്നത് കുടുംബസമേതം. അദ്ദേഹത്തെ ചെന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടു. ഞാനവിടെ ചെന്നു. അദ്ദേഹത്തിന് അന്ന് തന്നെ ഒരു 75 വയസ്സൊക്കെ പ്രായമുണ്ട്. എന്നോട് ചോദിച്ചു എവിടെയായിരുന്നു ഈ സമയത്ത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോയതാണ്. അപ്പോൾ എന്നിട്ട് എവിടെ പോയി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിൽ പോയി. അപ്പോൾ അദ്ദേഹം എന്നെ വളരെ ശക്തമായിട്ട് ശകാരിച്ചു. നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ലായിരുന്നു, അത് അപകടം പിടിച്ചൊരു പണിയായി പോയി എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് മാപ്പൊക്കെ പറഞ്ഞു. എനിക്ക് ഭക്ഷണമൊക്കെ തന്ന് അദ്ദേഹം എന്നെ യാത്രയാക്കി. ഈ സംഭവവികാസങ്ങൾക്ക് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ കേരളത്തിലേക്ക് മടങ്ങി. പക്ഷേ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഓപ്പറേഷൻ അവസാനിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ജാഫ്നയിലെ ഒരു വലിയ ശതമാനം തമിഴർ LTT തിരിച്ചു വരും, അവർക്കൊരു സ്വതന്ത്ര ഈഴം നേടിക്കൊടുക്കും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ,
സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഡൽഹിയിലും കൽക്കത്തയിലുമായി 2 പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപം കൊള്ളുന്നത് അടുത്തുനിന്ന് കാണാൻ സാധിച്ചത് ഈ പത്രപ്രവർത്തന ജീവിതത്തിലെ വളരെ രസകരമായ 2 അനുഭവങ്ങളായിരുന്നു. ആദ്യം ഡൽഹിയിൽ മാതൃഭൂമി ലേഖകനായിട്ട് ചെല്ലുമ്പോൾ അന്ന് രാജീവ് ഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ധനകാര്യമന്ത്രി VP സിംഗ്. VP സിംഗ് അന്ന് രാജീവ് ഗാന്ധിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ഏറ്റവും വിശ്വസ്തനാണ്, ഏറ്റവും വിശ്വാസമുള്ള ആളാണ്. മാൻഡ എന്ന് പറയുന്ന UP-യിലെ ഒരു നാട്ടുരാജ്യത്തിൻ്റെ രാജാ ബഹദൂർ രാജ ആയിരുന്ന ആളാണ് VP സിംഗ്. അദ്ദേഹം MLA ആയിട്ട് തുടങ്ങി, പിന്നീട് MP ആയി, കോൺഗ്രസിലെ ഒരു പ്രധാന നേതാവായിട്ട് വളർന്നു വന്നു VP സിംഗ് എന്ന വിശ്വനാഥ് പ്രതാപ് സിംഗ്. അദ്ദേഹം രാജീവ് ഗാന്ധിയുടെ ഗവൺമെൻറ്റിലെ ധനമന്ത്രിയായിരുന്നു, വളരെ ശക്തനായ ധനമന്ത്രിയായിരുന്നു. ഇതിനിടയ്ക്ക് എപ്പോഴോ VP സിംഗും രാജീവ് ഗാന്ധിയും തമ്മിൽ തെറ്റി, അവർ പരസ്പരം അകന്നു, പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ടായി. അന്ന് VP സിംഗ് ഇന്ത്യക്കാരായ സമ്പന്നന്മാർ, വിദേശ രാജ്യങ്ങളിൽ അനധികൃതമായി പണം സൂക്ഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പണം നിക്ഷേപിച്ചിരിക്കുന്ന ചില ഇന്ത്യക്കാർ, അവരെക്കുറിച്ചൊരു അന്വേഷണത്തിന് തുടക്കം കുറിക്കുന്നു. അമേരിക്കയിലെ ഒരു സാമ്പത്തിക അന്വേഷണ ഏജൻസി ഫെയർഫാക്സ്, അവരെയാണ് അതിൻ്റെ ചുമതല VP സിംഗ് ഏൽപ്പിക്കുന്നത്. VP സിംഗ് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയോട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും തേടുന്നില്ല, അദ്ദേഹത്തിൻ്റെ അനുമതിയും തേടുന്നില്ല. വാസ്തവത്തിൽ ഇതുപോലൊരു നടപടി എടുക്കുമ്പോൾ അത് പ്രധാനമന്ത്രി അറിയേണ്ടതായിരുന്നു. പക്ഷേ അതിന് വിശ്വനാഥ് പ്രതാപ് സിംഗ് നിന്നുകൊടുത്തില്ല. അദ്ദേഹം സ്വന്തം നിലയിൽ തീരുമാനമെടുത്തു. അന്ന് അമിതാഭ് ബച്ചൻ രാജീവ് ഗാന്ധിയുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ സഹോദരനായ അജിതാഭ് ബച്ചൻ, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകളെക്കുറിച്ച് ചില അന്വേഷണങ്ങൾ VP സിംഗിൻ്റെ നിർദ്ദേശത്തിൽ നടക്കുന്നു. ചില റെയ്ഡുകൾ, കോൺഗ്രസുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ചില വ്യവസായികളുടെ ഓഫീസുകളിലും വീടുകളിലും റെയ്ഡ് നടക്കുന്നു. അതിൽ ധിരുഭായ് അംബാനി അടക്കമുള്ള ആളുകൾ, ഇവരൊക്കെ അന്ന് കോൺഗ്രസുമായിട്ട് വളരെ ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ആളുകളാണ്. ഇത് കോൺഗ്രസിനുള്ളിൽ വലിയ സംഘർഷം ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ നിരന്തരമെന്നോണം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്ന കാര്യങ്ങളാണ്. ഈ ഒരു സംഘർഷം ഫെയർഫാക്സ് ഒരു വലിയ രാഷ്ട്രീയ വിവാദ വിഷയമായിട്ട് മാറുന്നതൊക്കെ. അങ്ങനെ കോൺഗ്രസിൽ വലിയ കലക്കമുണ്ടാകുന്നു. VP സിംഗിനെതിരായിട്ട് വലിയൊരു കോൺഗ്രസ് നേതാക്കളുടെ ഒരു സമാഹരണം തന്നെ ഉണ്ടാകുന്നു. ഭജൻലാൽ, അതുപോലെ തന്നെ വസന്ത് സാട്ടെ, ബൂട്ടാ സിംഗ്, ഇത്തരം ആളുകൾ VP സിംഗിനെതിരാവുകയാണ്. അപ്പം അവസാനം രാജീവ് ഗാന്ധി അദ്ദേഹത്തെ ധനകാര്യ വകുപ്പിൽ നിന്ന് പ്രതിരോധ വകുപ്പിലേക്ക് മാറ്റുന്നു. അദ്ദേഹം പ്രതിരോധ മന്ത്രിയായി. പ്രതിരോധ മന്ത്രി എന്ന നിലയിലും VP സിംഗ് അദ്ദേഹത്തിൻ്റെ പഴയ രീതികൾ തുടരുകയാണ് ചെയ്തത്. ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി തോക്ക് വാങ്ങിച്ച ഇനത്തിൽ, അതായത് 1427 കോടി രൂപയുടെ ഹോവിറ്റ്സർ തോക്കുകൾ വാങ്ങിച്ച വകയിൽ അഴിമതി നടന്നു. അതിൻ്റെ ഇടനിലക്കാരൻ 30 കോടി രൂപ കൈപ്പറ്റി. അങ്ങനെ ഒരു ആരോപണമുണ്ടായി. അതിന്മേൽ അന്വേഷണം നടത്തുന്നതിന് ഒരു കമ്മീഷനെ VP സിംഗ് നിയോഗിക്കുകയാണ്. ഈ ഹോവിറ്റ്സർ തോക്കിടപാടാണ് പിന്നീട് ബോഫേഴ്സ് തോക്കെന്ന പേരിൽ രാജീവ് ഗാന്ധിക്കും കോൺഗ്രസ് പാർട്ടിക്കും വലിയ തലവേദന ഉണ്ടാക്കിയത്. ഈ ഹോവിറ്റ്സർ തോക്കിടപാടിൻ്റെ പ്രശ്നങ്ങളും വലിയ വിവാദമായി മാറിയതോടെ VP സിംഗിന് മന്ത്രിസഭയിൽ തുടരുക അസാധ്യമായി. അദ്ദേഹം സുൽത്താൻപൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കുമ്പോഴാണ് ഒരു വെള്ളിയാഴ്ച മന്ത്രിസഭ ചേരുന്നു, രാത്രിയാണ് മന്ത്രിസഭ ചേരുന്നു. അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ചേരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾ ഭജൻലാൽ, വസന്ത് സാട്ടെ, ബൂട്ടാ സിംഗ് മുതലായ നേതാക്കളെല്ലാം VP സിംഗിൻ്റെ രാജിക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണം. അന്ന് PV നരസിംഹറാവു വളരെ സ്വാധീനമുള്ള ഒരു നേതാവാണ്. അദ്ദേഹം ആദ്യം VP സിംഗിനൊപ്പമായിരുന്നു, അല്ലെങ്കിൽ VP സിംഗിനോട് അനുഭാവമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ നടപടികളെ പരസ്യമായി ന്യായീകരിച്ചില്ലെങ്കിൽ അനുഭാവമുള്ള ഒരാളായിരുന്നു. പക്ഷേ ഈ ഒരു യോഗത്തിൽ അദ്ദേഹവും VP സിംഗിനെതിരെ സംസാരിക്കേണ്ടി വന്നു. ഇത് ഞാൻ പറഞ്ഞൊരു വെള്ളിയാഴ്ച വൈകിട്ടാണ്. ഞായറാഴ്ച VP സിംഗ് രാജിവെക്കാൻ നിർബന്ധിതനാവുകയാണ്. പാർലമെൻറ്റ് നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഫെയർഫാക്സ്, അതിനെ തുടർന്ന് ഹോവിറ്റ്സർ തോക്കിടപാട്, ഇതൊക്കെ വലിയ
സംഘർഷ വിഷയങ്ങളായിട്ട് എപ്പോഴും ലോക്സഭയും രാജ്യസഭയും സ്തംഭിക്കുക, അല്ലെങ്കിൽ സ്തംഭിപ്പിക്കുക, പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുക, അങ്ങനെ വളരെ സംഘർഷ ദിനങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അത് സെയിൽ സിംഗാണ് രാഷ്ട്രപതി. സെയിൽ സിംഗും രാജീവ് ഗാന്ധിയും തമ്മിലും വലിയ അകൽച്ചയിലായിരുന്നു. അപ്പം വി പി സിംഗിൻ്റെ അദ്ദേഹം നേതൃത്വം നൽകിയ ഈ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടതോടെ സെയിൽ സിംഗും ഒന്നുകൂടെ ഒന്ന് മുറുക്കി, രാജീവ് ഗാന്ധിയുടെ മേലുള്ള നിയന്ത്രണം ഒന്നുകൂടെ മുറുക്കി. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ രാജീവ് ഗാന്ധി ഈ രണ്ടു പേർക്കുമെതിരെ പരസ്യ പ്രസ്താവന തന്നെ നടത്തേണ്ടി വന്നു. അതായത് സെയിൽ സിംഗും വി പി സിംഗും തൻ്റെ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശിഥിലീകരണ ശക്തികൾക്കൊപ്പം ചേർന്നു എന്നൊരാരോപണം തന്നെ അദ്ദേഹം രാജീവ് ഗാന്ധി പരസ്യമായിട്ട് ഉന്നയിച്ചു. ഇതൊക്കെ ദേശീയ രാഷ്ട്രീയ രംഗത്ത് വലിയ കലക്കങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിച്ചുകൊണ്ടിരുന്ന സമയമാണ്. അന്ന് തീൻമൂർത്തി റോഡിലെ 1-ാം നമ്പർ വസതിയിലാണ് വി പി സിംഗ് താമസിക്കുന്നത്. അതിനോട് ചേർന്ന് സുനേരി ബാഗിലാണ് അരീഫ് മുഹമ്മദ് ഖാൻ. അന്ന് വി പി സിംഗിൻ്റെ ഏറ്റവും അടുത്ത അനുയായികൾ ഒന്ന് അരുൺ നെഹ്റുവാണ്. അരുൺ നെഹ്റു രാജീവ് ഗാന്ധിയുടെ ബന്ധുവാണ്. പക്ഷേ ആ ഘട്ടമായപ്പോഴേക്കും അവർ തമ്മിൽ അകന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അരീഫ് മുഹമ്മദ് ഖാൻ, നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ, അന്ന് കോൺഗ്രസിൻ്റെ ഒരു പ്രധാന നേതാവാണ്. വി സി ശുക്ല, രാംധൻ AICCയുടെ ഒരു ജനറൽ സെക്രട്ടറി ആയിരുന്നു, ദളിത് നേതാവാണ്. ഇവരൊക്കെയാണ് വി പി സിംഗിനൊപ്പമുള്ള ആളുകൾ. അന്ന് വൈകുന്നേരങ്ങളിൽ ഞങ്ങളുടെ ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന് പറയുന്നത് ഈ തീൻമൂർത്തി റോഡിൽ 1-ാം നമ്പർ വീടാണ്. അത് വി പി സിംഗിൻ്റെ. അല്ലെങ്കിൽ സുനേരി ബാഗിലുള്ള അരീഫ് മുഹമ്മദ് ഖാൻ്റെ ഭവനം. ഇവിടേക്ക് എല്ലാ വൈകുന്നേരങ്ങളിലും ഞങ്ങൾ പോകുന്നു. അവിടെ ബ്രീഫിംഗ് ഉണ്ടാവും. അപ്പം എന്തൊക്കെയോ ദേശീയ രംഗത്ത് രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളൊരു തോന്നൽ ജനിപ്പിച്ചുകൊണ്ടിരുന്ന ദിവസങ്ങളായിരുന്നു അതൊക്കെ. അങ്ങനെ വി പി സിംഗിനും കൂട്ടർക്കും കോൺഗ്രസ്സിൽ തുടരുക അസാധ്യമാണ് എന്നൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി. 1987 ഒക്ടോബർ 2 തീൻമൂർത്തി 1-ാം നമ്പർ വീട്ടിൽ, അതായത് വി പി സിംഗിൻ്റെ ഭവനത്തിൽ, വലിയ വിശാലമായ പുൽത്തകിടിയൊക്കെ ഉള്ളൊരു വലിയ വീടാണ്. ഏറ്റവും മുതിർന്ന മന്ത്രിമാർക്ക് കൊടുക്കുന്ന തരത്തിലുള്ളൊരു വലിയ വീടാണത്. അവിടുത്തെ പുൽത്തകിടിയിൽ ഒരു ഷാമിയാന, വലിയൊരു ഷാമിയാന കെട്ടിയിരിക്കുന്നു. അവിടെ വി പി സിംഗ് ഉണ്ട്, അരുൺ നെഹ്റു ഉണ്ട്, അരീഫ് മുഹമ്മദ് ഖാനുണ്ട്, വി സി ശുക്ലുണ്ട്. ഈ നേതാക്കളെല്ലാവരും ഉണ്ട്. അവിടെ വെച്ച് പുതിയൊരു പാർട്ടി രൂപം കൊള്ളുകയാണ്, ജനമോർച്ച. വി പി സിംഗാണ് ഈ പുതിയ പാർട്ടിയുടെ സ്ഥാപനം സംബന്ധിച്ച ഒരു പ്രഖ്യാപനം നടത്തുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു ഇതൊരു രാഷ്ട്രീയ പാർട്ടി ആയിരിക്കില്ല, ഒരു സാമൂഹിക സംഘടനയാവും എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിലൊരു കൊടിയുണ്ടായിരുന്നു. അത് നടുവിൽ ചുവന്ന വളയത്തോടു കൂടിയ ഒരു സുവർണ കൊടിയായിരുന്നു. അതിൻ്റെ പ്രസിഡൻ്റായിട്ട് വി പി സിംഗ് വന്നു. രാംധൻ അതിൻ്റെ കൺവീനറായി. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ AICCയുടെ മുൻ ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ ഒരു പാർട്ടി രൂപം കൊള്ളുകയാണ്. ഇതൊരു രാഷ്ട്രീയ പാർട്ടി ആയിരിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും അവർ സ്വാഭാവികമായും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലാണ് മുഴുകിയത്. ഇതിനിടയ്ക്ക് 6 കോൺഗ്രസേതര മുഖ്യമന്ത്രിമാർ, നമ്മുടെ നായനാരടക്കം, ജ്യോതി ബസു, നായനാർ, രാമകൃഷ്ണ ഹെഗ്ഡെ, അങ്ങനെ 6ഓളം മുഖ്യമന്ത്രിമാർ ഡൽഹിയിൽ സമ്മേളിക്കുന്നു. അങ്ങനെ കോൺഗ്രസിനെതിരായിട്ടുള്ളൊരു വലിയ ഒരു ബദൽ മുന്നണി രൂപവൽക്കരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാനാണ് ഈ മുഖ്യമന്ത്രിമാർ ചേരുന്നത്. ഇതൊക്കെ രാജീവ് ഗാന്ധിയുടെ സർക്കാരിൻ്റെ ഭാവി തന്നെ അപകടത്തിലാകും എന്ന് തോന്നലുണ്ടാക്കിയ ദിവസങ്ങളായിരുന്നു. ഒരിടത്ത് പ്രതിപക്ഷം നിൽക്കുന്നു, ഇടതുപക്ഷം അടക്കമുള്ള പ്രതിപക്ഷം രാജീവ് ഗാന്ധിയെ താഴെയിറക്കാൻ നിൽക്കുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന വി പി സിംഗ്, അരുൺ നെഹ്റു, അരീഫ് മുഹമ്മദ് ഖാൻ എന്നിവർ രാജീവ് ഗാന്ധിക്കെതിരായിട്ട് നിൽക്കുന്നു. ഈ ഒരു സാഹചര്യം ഒരുപക്ഷെ സർക്കാർ തന്നെ താഴെ വീഴുമോ എന്നുള്ള ഒരു ആശങ്ക, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാക്കിയ ദിവസങ്ങളായിരുന്നു. അപ്പോഴാണ് ഈ ജനമോർച്ച ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് ഈ കോൺഗ്രസേതര മുഖ്യമന്ത്രിമാരുടെ സമ്മേളനം ചേരുന്നു. അത് പിന്നീട് ബാംഗ്ലൂരിൽ വീണ്ടും വളരെ വിപുലമായ തോതിലൊക്കെ സംഭവിക്കുന്നുണ്ട്. ഈ പാർട്ടി രൂപവൽക്കരിച്ചതോടെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാനായിട്ട് വി പി സിംഗ് തീരുമാനിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പടിഞ്ഞാറൻ യു പിയിലൊക്കെ വലിയ സ്വാധീനമുണ്ട്. അദ്ദേഹം ധാരാളം റാലികൾ ഈ യു പിയിൽ സംഘടിപ്പിച്ചു. യു പിയിൽ നടന്ന ആദ്യത്തെ റാലിയിൽ അദ്ദേഹത്തോടൊപ്പം ഒരു ദിവസം മുഴുവൻ സഞ്ചരിക്കാൻ ഒരവസരം കിട്ടി. മീററ്റ് പ്രദേശത്തായിരുന്നു ഈ റാലി. 10,000-കണക്കിന് ആളുകൾ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് എത്തിയിരുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നു, വലിയ വിശാലമായ കടുകുപാടമാണ് റോഡിൻ്റെ ഇരുവശത്തും. നടുവിൽ വളരെ വീതിയേറിയ റോഡ്, ഈ വേപ്പ് മരങ്ങൾ ഇങ്ങനെ തണൽ വിരിച്ചു നിൽക്കുന്ന ഈ നിരത്തിലൂടെ 10,000-കണക്കിന് ആളുകളെ നയിച്ചുകൊണ്ട്
VP സിംഗ് നടത്തിയ ഒരു റാലി. അന്നത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത് രാജാ സാബ് സംഘർഷ് കരോ ഹം തുമാരാ സാത്ത് ഹേ. അതായത് രാജാ സാബ്, അവർ രാജാ സാബ് എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ, അനുയായികൾ രാജാ സാഹേബും തന്നെയാണ് അന്നേരവും അപ്പോഴും VP സിംഗിനെ വിളിക്കുന്നത്. രാജാ സാബ് സംഘർഷ് കരോ, നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ, നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വെക്കൂ, ഹം തുമാരാ സാത്ത് ഹേ, ഞങ്ങൾ അങ്ങയോടൊപ്പം ഉണ്ട്. അതായത് നമ്മൾ ചില മുദ്രാവാക്യങ്ങൾ വിളിക്കുമല്ലോ, ഓരോ നേതാവിൻ്റെ പേര് പറഞ്ഞ്, നേതാവേ ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന മുദ്രാവാക്യത്തിൻ്റെ ഒരു ഹിന്ദി വെർഷൻ. അങ്ങനെ പല റാലികളിൽ സംബന്ധിച്ചു, അത് പങ്കെടുത്തു, അത് റിപ്പോർട്ട് ചെയ്തു. അന്നൊക്കെ ഒരു വലിയ പ്രതീക്ഷയാണ് VP സിംഗ് ഉണ്ടാക്കിയത്. VP സിംഗ് പ്രതീക്ഷ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ പിന്നീട് അദ്ദേഹം അതിനൊപ്പം വളർന്നില്ല എന്നല്ല പറയുന്നത്. പിന്നീട് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഏതാണ്ട് ഒരു വർഷക്കാലത്തോളം പ്രധാനമന്ത്രിയായിട്ട് പ്രവർത്തിച്ചു. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കി. അതിൻ്റെ പേരിൽ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും മറന്നുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ അദ്ദേഹം ഒരു വലിയ പ്രസ്ഥാനമായി, ജനമോർച്ച ഒരു വലിയ പ്രസ്ഥാനമാക്കി വളർത്തിക്കൊണ്ടുവരും എന്ന് കരുതി. പക്ഷേ അതുണ്ടായില്ല. പിന്നീട് മറ്റൊരു പാർട്ടിയുടെ ബീജാവാപം കുറിക്കുന്നതിന് അതൊരു കാരണമായി മാറി. അതായത് 1988 ഒക്ടോബർ 11 ബാംഗ്ലൂരിൽ ചേർന്ന ജനമോർച്ചയുടെ, ജനതാ പാർട്ടിയുടെ, ലോക്ദളിൻ്റെ ഈ 3 പാർട്ടികളുടെ സംയുക്ത സമ്മേളനം ജനതാദൾ എന്ന പേരിലൊരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപവൽക്കരിച്ചു. JPയുടെ ജയപ്രകാശ് നാരായണൻ്റെ ജന്മദിനമായിരുന്നു ഈ 11-ാം തീയതി. ആ ജനതാദൾ പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, മികച്ച നേട്ടം കൈവരിച്ചു. മറ്റ് ചില പാർട്ടികളെയും ചേർത്ത് ഒരു കൂട്ടുമന്ത്രിസഭ രൂപവൽക്കരിക്കുകയും ചെയ്തു. എന്താണ് പശ്ചിമ ബംഗാളിലെ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? AICC ഇടപെടണം, ഹൈക്കമാൻഡ് ഇടപെടണം എന്നാവശ്യപ്പെട്ടൊരു കത്തയച്ചു. പക്ഷേ കേസരിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ സോമൻ മിത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ അദ്ദേഹം ഒരു മറുപടി അയക്കാൻ പോലും തയ്യാറായില്ല. മുറിവേറ്റ ഒരു കടുവയെപ്പോലെ മാറിയ മമതാ ബാനർജി AICC നടക്കുന്ന ഓഗസ്റ്റ് 9 കൽക്കത്തയിൽ ഒരു വൻ റാലി സംഘടിപ്പിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു.